കോമാളി വേഷക്കാരെ എല്ലാം ഇറക്കിയെന്നായിരുന്നു തോമസ് ഐസക് പറഞ്ഞത്. എവിടെ? പാലക്കാട്ട്. ഈ പിഷാരടിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം എല്ലാ വേഷത്തിലും അഭിനയിക്കുന്ന ഒരാൾ തന്നെയാണ്. കോമാളി വേഷം മാത്രം ചെയ്യുന്ന ആളല്ല. പക്ഷേ തോമസ് ഐസക് എന്തർത്ഥത്തിലാണെന്ന് പറഞ്ഞ് എനിക്കിവിടെ മനസ്സിലാവും. തോമസ് ഐസക് പറഞ്ഞതിനകത്തൊന്ന് കാര്യം വ്യക്തമാണ്. മിമിക്രി കളിച്ച് നടക്കുന്ന രണ്ടാംകിട കലാകാരൻ എന്നുള്ള ഒരു രീതിയിൽ തന്നെയാണ് അദ്ദേഹം അത് പറഞ്ഞിരിക്കുന്നത്. രമേശ് പിഷാരടി എന്ന് പറയുന്ന ആൾ വെറും ഒരു മിമിക്രി കലാകാരനാണെന്ന് മാത്രമേ തോമസ് ഐസക്കിന് അറിയുള്ളായിരിക്കും. അതായിരിക്കും അതിൻ്റെ ഒരു പ്രശ്നം. തോമസ് ഐസക്കിന് പക്ഷേ രമേശ് കൃത്യമായിട്ടുള്ള മറുപടി കൊടുത്തിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞല്ലോ, നിങ്ങൾ KPSCയും പിന്നെ അതുപോലെ പഴയ നാടക ട്രൂപ്പുകളിലൂടെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിൽ കഥാപ്രസംഗങ്ങൾ. അപ്പം കലാകാരന്മാരിലൂടെ വളർന്നു വന്ന ഒരു പാർട്ടിയുടെ തലപ്പത്തിരിക്കുന്ന ഒരാൾ കലാകാരന്മാരെ അധിക്ഷേപിച്ചു കഴിഞ്ഞാൽ അതിന് മറുപടി പറയാൻ എൻ്റെ സംസ്കാരം അനുവദിക്കുന്നില്ലെന്നാണ് പിഷാരടി പറഞ്ഞിരിക്കുന്നത്. അല്ല, അത് അങ്ങനെയാണല്ലോ. നടന്മാരിൽ തന്നെ കോമാളി കലാകാരൻ, കോമാളി അല്ലാത്ത സീരിയസ് കലാകാരൻ എന്ന വ്യത്യാസമുണ്ടോ? ഒന്നുമില്ല. ഇവർ അങ്ങനെ പറയുകയാണെങ്കിൽ ഇവർ ഹാസ്യതാണെന്ന് അറിയപ്പെട്ടിരുന്ന പിന്നീട് ക്യാരക്ടർ റോളും ചെയ്ത് ഇന്നസെന്റിനെ MP ആക്കിയ പാർട്ടിയല്ലേ. ഇന്നസെന്റ് പിന്നെ പാർലമെന്റിൽ പോയി കോമാളിത്തരം കാണിച്ചുകൊണ്ടിരുന്നേ ഉണ്ട്. അദ്ദേഹം വോട്ട് ചോദിക്കുന്നതിനകത്തും അതാണ് ഉണ്ടായിരുന്നത്. അതെല്ലാം പോട്ടെ, മുകേഷ് ആരായിരുന്നു? മുകേഷ് ഒരിക്കലും ഒരു ക്യാരക്ടർ നടനല്ല മുകേഷ്. മുകേഷ് ഒരു ഹാസ്യതാരം എന്നുള്ള നിലയിലാണ് മലയാള സിനിമയിൽ. അത്തരം സിനിമകളുടെ ഒരു കുത്തൊഴുക്ക് 80കളുടെ അവസാനവും 2000-നും ഇടയ്ക്ക്, 80കളുടെ 90കളിലും 2000-നും ഇടയ്ക്കായിട്ട് കുറേ സിനിമകൾ വന്നു. അപ്പം രണ്ടാം നിരയിലുള്ള നായകന്മാരിൽ പ്രമുഖ തമാശ പടങ്ങളുടെ നായകനായിരുന്നു. അതായത് അന്നത്തെ ശക്തമായ രണ്ടാം നിര എന്ന് പറയുന്നത് മുകേഷ്, ജയറാം, സിദ്ദിഖ്, ജഗദീഷ് വരെ നായകനായി. മമ്മൂട്ടി മോഹൻലാൽ അഭിനയിച്ചിരുന്നു. അതെ, ജഗദീഷ്, സിദ്ദിഖ് അങ്ങനെ വന്നുകൊണ്ടിരുന്ന ആളാണ്. അപ്പം ഈ പറയുന്ന രമേശ് പിഷാരടിയെ സംബന്ധിച്ചിടത്തോളം അയാൾ വലിയ അനുഗ്രഹീതനായ ഒരു കലാകാരനാണ്. അദ്ദേഹം സ്റ്റാൻഡപ്പ് കൊമേഡിയനാണ്. എന്ന് പറഞ്ഞാൽ നിൽക്കുന്ന നിപ്പ് ഇരുന്നുകൊണ്ട് കഥയുണ്ടാക്കി മുകേഷിനെ പോലും പുള്ളി വെട്ടിക്കും. ഈ വിഷയത്തിൽ മിടുക്കൻ മുകേഷാണ്. കഥയുണ്ടാക്കി പറയാൻ ഏറ്റവും മിടുക്കൻ മുകേഷാണ്. പക്ഷെ മുകേഷിനൊരു വെല്ലുവിളിയായിട്ട് മാറിയ രമേശ് പിഷാരടി. അപ്പം രമേശ് പിഷാരടി പറഞ്ഞ ഒരു പോയിന്റ് കൂടി ഉണ്ട്. തങ്ങളുടെ കൂടെ നിൽക്കുന്നവരെല്ലാം നല്ലവരും തങ്ങൾക്കല്ലാത്തവരെല്ലാം മോശമാണെന്നുള്ള ഒരു ചിന്താഗതി, അത് കാഴ്ചപ്പാടിൻ്റെ കുഴപ്പമാണ്. ആണല്ലോ, അങ്ങനെയാണത്. തങ്ങളെ കൂടെ നിന്ന് ആരും നല്ലതാണ്. ഇവരെത്ര സിനിമ എനിക്ക് തോന്നുന്നത് കേരളത്തിൽ രാഷ്ട്രീയത്തിൽ ഈ സിനിമാക്കാരെ മുഴുവൻ കളത്തിലിറക്കിയത് CPM ആണ്. അതെ, കമ്മ്യൂണിസ്റ്റ് സംസ്ഥാനങ്ങളാണ്. നമുക്കറിയാം, മുരളി മത്സരിച്ചു, സുധീരനെതിരെയല്ലേ മത്സരിച്ച് തോറ്റു. പിന്നെ ഒരു തവണ കൂടെ മത്സരിച്ചു എന്ന് തോന്നുന്നു. സംവിധായകൻ ലെനിൻ രാജേന്ദ്രനെ CPI ആണ് രംഗത്തിറക്കി. CPM ആണ് ഒറ്റപ്പാലത്ത്. അതെ. ഇപ്പം വേറൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇവരിറക്കിയ ആൾക്കാരുണ്ടല്ലോ, രാമുകാരട്ട് സഭ കൂടിയില്ല, രാമുകാരട്ട് ജയിച്ചു, അദ്ദേഹം അടുത്ത സ്ഥാനം ജയിച്ചിരുന്നു. CPM കവികളെയും കലാകാരന്മാരെയും ഇറക്കി. ദലീമ സിനിമാ പാട്ടുകാരി ദലീമ അരൂരിലെ MLA ആണ്, വീണ്ടും മത്സരിക്കുന്നു. കടമ്മനിട്ട രാമകൃഷ്ണൻ MLA ആയിരുന്നു. കടമ്മനിട്ട രാമകൃഷ്ണൻ ആറന്മുളയിൽ നിന്ന് MLA ആയി. രണ്ടാമത് വട്ടം കോന്നിയിൽ അടൂർ പ്രകാശിനോട് തോറ്റുപോയി. ONV കുറുപ്പിനെ CPI ഇറക്കി. കണിയാപുരം രാമേന്ദ്രൻ, അതെ ഇല്ലേ? കണിയാപുരം രാമേന്ദ്രൻ അതെ. പിന്നെ ഇവര് സാഹിത്യത്തിനൊപ്പം തന്നെ രാഷ്ട്രീയവും കൊണ്ട് നടക്കുന്ന തോപ്പിൽ ബാസി ഉൾപ്പെടെയുള്ള ഒരു MLA വരാനിട്ടില്ല ഇവിടെ. തോപ്പിൽ ബാസി KPSCയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ജീവാത്മാവായ ആളാണ് അദ്ദേഹം പൊതുപ്രവർത്തകനായിരുന്നു. അതേസമയം അദ്ദേഹം ഈ കലാകാരനുമായിരുന്നു. രമേശ് പിഷാരടി കോൺഗ്രസ്സുകാരാണ് നേരത്തെ പറയാറുള്ളതാണ്. അയാൾ മറച്ചു വെച്ചിട്ടില്ല. ഈ പല സാംസ്കാരിക നായകരും നേരത്തെ കോൺഗ്രസും കേരള കോൺഗ്രസും ഒക്കെ ആയിരുന്ന ലീഗൊക്കെ ആയിരുന്ന ആളും പിന്നെ സിനിമ വന്നു കഴിഞ്ഞാൽ ഞാൻ ഇടതുപക്ഷ സഹയാത്രികൻ എന്നുള്ള വാക്കാണ് ഉപയോഗിക്കുന്നത്. ബാലുശ്ശേരി ധർമ്മജനല്ലേ അന്ന് രമേശ് പിഷാരടി ആയിരുന്നു അയാളുടെ പ്രചരണത്തിന് മുന്നുണ്ടായിരുന്നത്. പിന്നെ അതെല്ലാം പോട്ടെ, ഗണേഷ് മന്ത്രിയല്ലേ ഇവരുടെ മന്ത്രിയാണ്. പിന്നെ കോൺഗ്രസിനൊപ്പം നിന്ന ആൾക്കാരുണ്ട്. ഇപ്പം നടൻ സുകുമാരൻ കോൺഗ്രസിന്റെ പിന്നീട് ആദ്യം ഇടതുപക്ഷക്കാരൻ, പിന്നീട് കോൺഗ്രസ് ആയി KSFDC ചെയർമാനായിരുന്നു കോൺഗ്രസ് ഭരിക്കുമ്പോൾ. അത് മല്ലിക സുകുമാരനും ഈ K കരുണാകരന്റെ കുടുംബവും തമ്മിലുള്ള ഒരു ബന്ധത്തിന്റെ പുറത്താണെന്ന് തോന്നുന്നു പിന്നീട് അദ്ദേഹം കോൺഗ്രസിലേക്ക് വരുന്നത്. അപ്പൊ ഈ അതുപോലെ ജഗദീഷ് ഗണേശനെതിരെ മത്സരിച്ചു. അപ്പൊ സിനിമാ താൻ ഇപ്പൊ സുരേഷ് ഗോപി മത്സരിക്കുന്നു. പിന്നെ പലർക്കും സീറ്റ് കിട്ടിയാൽ കൊള്ളാമെന്ന് ആഗ്രഹമുള്ള സിനിമാ നടന്മാർ കൃഷ്ണകുമാർ മത്സരിക്കുന്നുണ്ട്. അപ്പം അതൊന്നുമില്ലാത്ത ഒരു കാര്യം പാലക്കാട് രമേശ് പിഷാരടിക്കെതിരെ പറയണമെങ്കിൽ ഒരു വ്യക്തമായ അജണ്ട അതിന്റെ പുറകിലുണ്ട്. അതെന്താണ് കാരണം എന്നറിയോ? കാര്യം പിടികിട്ടിയില്ല. അന്തർധാരയാണ്. അതായത് BJP CPM ധാരണ ഉണ്ട് എന്നുള്ള ഒരു പ്രചാരണം വ്യാപകമായിട്ടുണ്ട്. അത് വെറും പ്രചാരണമല്ല, സ്ഥാരണ സത്യമാണ്.
കാരണം നമുക്കറിയാം ബി ജെ പിയുടെ സ്ഥാനാർത്ഥികളെ നോക്കുക. എ ക്ലാസ് മണ്ഡലങ്ങളിലെല്ലാം ബി ജെ പി കൊണ്ടു നിർത്തിയേക്കുന്ന സ്ഥാനാർത്ഥികൾ. നമ്മൾ ചെറിയ ഒരു ഉദാഹരണം പറഞ്ഞാൽ മതി. തൃപ്പൂണിത്തറ മുനിസിപ്പാലിറ്റി പിടിച്ച സ്ഥലമാണ് അവിടെ. അതെ. അപ്പം അടുത്തിടെ വന്ന 2020 വന്ന അഖിൽ മാരാര് തൃക്കാക്കര പോയി മത്സരിക്കുകയാണ്. അഖിൽ മാരാരെ തൃപ്പൂണിത്തറ ഇടാമായിരുന്നു. അതെ. കാരണം അഖിൽ മാരാർ ഒരു ജനങ്ങളോട് അത്യാവശ്യം അറിയാവുന്ന ആളാണ്. അദ്ദേഹം സെലിബ്രിറ്റിയാണ്, സിനിമ സംവിധാനം ചെയ്തിട്ടുണ്ട്. പിന്നെ പല കാര്യങ്ങളും എതിർക്കുന്ന ആളാണ്. പിണറായി വിജയനെതിരെ പോസ്റ്റ് ഇട്ടതിന് നമ്മളെപ്പോലെ തന്നെ മറുനാടൻ മലയാളിക്ക് വന്ന പോലെ തന്നെ കേസുകൾ വന്ന ഒരാളാണ് അഖിൽ മാരാർ. അപ്പോൾ ഈ അഖിൽ മാരാർ പിന്നെ പറഞ്ഞൊരു കാര്യം, എൻ്റെ അമ്മ തൊഴിലുറപ്പ് തൊഴിലാളിയാണ്, ഞാനൊരു സാധാരണ വീട്ടിൽ നിന്ന് വന്ന ആളാണ് എന്നെല്ലാം തുറന്നു പറഞ്ഞ ഒരാളാണ്. അപ്പം ഈ പറയുന്ന അന്തർധാര അവിടെ പാലക്കാട് ശക്തമായിട്ടുണ്ടെന്നും ശോഭയെ ജയിപ്പിക്കാനുള്ള അന്തർധാര അവിടെ നടക്കുന്നുണ്ടെന്നും കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നല്ലോ. കഴിഞ്ഞ ദിവസം പറഞ്ഞു. അതിന് മറികടക്കാൻ വേണ്ടിയാണ് ഈ തോമസ് ഐസക്ക് വന്നത്. അപ്പം തോമസ് ഐസക്കിനെതിരെ പിഷാരടി ഒന്നും പറയാനാണ് എന്തൊക്കെയുണ്ട്. പിന്നെ പറയാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് സാമ്പത്തിക ശാസ്ത്രജ്ഞൻ എന്ന പേരിൽ മണ്ടത്തരം വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്ന ഒരാളാണ്. UPI പേയ്മെന്റുകൾ പ്രോത്സാഹിപ്പിക്കണമെന്ന് 2014 നോട്ട് നിരോധനത്തിന് ശേഷം 2015 നോട്ട് നിരോധനത്തിന് ശേഷം പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്യുന്നു ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയെ. അന്ന് ചോദിച്ച മീൻ മേടിക്കാൻ നമ്മൾ എവിടെ നിന്ന് പോകും, എന്തിന് പിന്നെ വഴി വരുന്ന കപ്പലണ്ടി മേടിക്കാൻ നമ്മുടെ ഇപ്പം എന്താ പിച്ചക്കാരുടെ കൈ വരെ UPI QR കോഡാ. ഒന്നുകിൽ അവർ മൊബൈൽ ഫോണിൽ നിന്ന് എടുത്തു തരും. ഐസക്കിനെ സംബന്ധിച്ച് അദ്ദേഹം സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിന് ഒരു പുച്ഛഭാവമുണ്ട്. അതെ, പുച്ഛിച്ചാണ് അദ്ദേഹം പറയാറുള്ളത് പലപ്പോഴും. പണ്ഡിതൻ ബാക്കിയുള്ളവരുടെ വിവരമുള്ള രീതിയിൽ സംസാരിക്കും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വിവരമില്ലായ്മകൾ ലോകപ്രശസ്തമാണ്. അത് കേരളത്തിൽ നോട്ട് നിരോധനത്തിൻ്റെ യാതൊരുവിധ വശങ്ങളും ദോഷവശങ്ങളും ഇല്ലായിരുന്ന സമയത്താണ് ഈ ആൾക്കാരെ ക്യൂ നിർത്താൻ വേണ്ടി പുള്ളി ചില കളികൾ കളിച്ചു. പുള്ളി പല കളികൾ വന്ന് കളിച്ചു, കുറേ പേരെ എല്ലാം അങ്ങനെ കൊണ്ടിട്ട്. പക്ഷേ ഐസക്ക് പറഞ്ഞ ഇപ്പോൾ എന്തായി, ഇപ്പോൾ അത് വലിയ ട്രോളായിട്ട് വന്നിരിക്കുകയാണ്. ഈ UPI പേയ്മെൻറ്റിൻ്റെ കാര്യം മീൻകാരുടെ അടുത്ത് മീനേലാവും UPI കോഡ് ഒട്ടിച്ച്. ഞങ്ങളുടെ നിലപാട് എൻ്റെ വീടിനടുത്തുള്ള സാധാരണ ചെറിയ കൊച്ചു പെട്ടിക്കടകളിൽ പോലും QR കോഡ് എടുത്ത് നമുക്ക് പൈസ കൊടുക്കാം. അല്ല, നമ്മളിപ്പം അറിയാമല്ലോ സീസണായിട്ടുള്ള ചില കച്ചവടങ്ങളുണ്ട്. അതായത് റംബുട്ടാൻ, മാമ്പഴം, കപ്പ, ഇതെല്ലാം അവർ ഒരിക്കലും ഒരു സ്ഥിരം പരിപാടിയല്ല. ഒരു ത്രാസ് കൊണ്ടുവച്ച് കപ്പ അടുത്ത പറമ്പിൽ നിന്ന് പിഴുത് ഇവിടോട്ട് വെച്ച് കൊടുക്കുന്നുണ്ടെങ്കിൽ അവർ മുമ്പിൽ വെച്ചിരിക്കുന്ന QR കോഡാണ്. ഇപ്പോൾ എന്തിനാ നമ്മളൊക്കെ ബസ്സിൽ കയറിയാലും ഇപ്പം QR കോഡാണ്. ബസ്സിൽ കയറി പൈസ കൊടുക്കുന്ന ആൾക്കാർ വളരെ ചുരുക്കമാണ്. എല്ലാവരും ലോകത്തൊരിടത്തും UPI പേയ്മെൻറ്റ് ഇത്രയും വിജയകരമായിട്ട് നടപ്പാക്കിയ ഒരു രാജ്യമില്ല. ലോകത്തിൽ UPI പേയ്മെന്റ് ഇത്രയും കാര്യക്ഷമമായിട്ട് ഉപയോഗിക്കുന്ന രാജ്യം ഇന്ത്യ മാത്രമേ ഉള്ളൂ. വലിയ വികസിത രാജ്യങ്ങളുണ്ടല്ലോ, അമേരിക്കയും ബ്രിട്ടനും ഫ്രാൻസും പോലെയുള്ള സ്ഥലങ്ങളിൽ പോലും ഇത്രയും ഭംഗിയായിട്ട് UPI പേയ്മെന്റ് ഉണ്ട്. മൊബൈൽ ഫോൺ സ്വന്തമായിട്ടുള്ള മറ്റൊരു രാജ്യത്തും ഇല്ല. ഇപ്പം പിന്നെ വഴിയരി കിടക്കുന്ന റോഡരി കിടക്കുന്ന ഒരാളാണെന്ന് വിചാരിക്കുക. അതായത് അയാൾക്ക് കയറി കിടക്കാൻ സ്ഥലമില്ല, അയാൾ കടത്തിണ്ണയിലാണ് കിടന്ന് ഉറങ്ങുന്നതെന്ന് വെക്കുക. അയാളുടെ കയ്യിൽ സ്മാർട്ട് ഫോൺ ഉണ്ട്, അയാൾക്ക് സ്വന്തമായിട്ട് അഡ്രസ്സ് പോലും കാണില്ല, പക്ഷെ അതുപോലും ഉണ്ട്. ആ സ്മാർട്ട് ഫോണിൽ 10 രൂപ ഉള്ളെങ്കിൽ അതാണെങ്കിലും അവരുടെ കയ്യിൽ ഉണ്ട്. മൊത്തത്തിലെല്ലാം ഈ നമ്മുടെ കയ്യിലിരിക്കുന്ന മൊബൈൽ ഫോണിലേക്ക് ചുരുങ്ങിയൊരു കാലഘട്ടമാണ്. അപ്പോൾ അങ്ങനെയുള്ളിടത്താണ് ഇദ്ദേഹം ഇങ്ങനെ ഒരു കമൻറ്റ് വിട്ട. പക്ഷേ ഇത് വളരെ അപക്വമായ ഒരു കമൻ്റ് ആയിപ്പോയി. അതെ, ഈ കോമാളി വേഷം കിട്ടുന്നവരെ പിടിച്ചുകൊണ്ട് നിർത്തി എന്ന് പറയുന്നത് ഒരിക്കലും നമുക്ക് അതൊരിക്കലും ശരിയല്ല. അയാൾ പൊതുപ്രവർത്തകനാണ്. രമേഷ് പിഷാരടി ഒരിക്കലും ഈ ഒരു വ്യാജ രാഷ്ട്രീയക്കാരൻ, അയാൾ പൊതുരംഗത്ത് ഇറങ്ങി നിന്ന ഒരാൾ തന്നെയാണ്, അയാൾ രാഷ്ട്രീയക്കാരൻ തന്നെയായിരുന്നു. അല്ല പെട്ടെന്നൊരു ദിവസം പിടിച്ചോണ്ടൊന്ന് അവനിക്കുന്ന സ്ഥലത്ത് പിടിച്ചോണ്ട് സ്ഥാനാർത്ഥിയാക്കിയൊന്നും അല്ല. സലീംകുമാർ കോൺഗ്രസ്സുകാരൻ. അതുപോലെ ഇവരെ ഇപ്പം കോൺഗ്രസ്സുകാരായിട്ടുള്ള കലാകാരന്മാർക്കെല്ലാം അയിത്തവും ഇടതുപക്ഷത്തിനൊപ്പം നിൽക്കുന്ന കലാകാരന്മാർക്കെല്ലാം കസേരയും കൊടുക്കുന്ന ഒരു വളരെ ശ്രീകുമാറും അദ്ദേഹത്തിന് ആരെങ്കിലും ഉണ്ടായിരുന്ന സമയത്ത് അത് ഞാൻ കോൺഗ്രസ്സുകാരാണ് അദ്ദേഹം പറയുക, ഞാൻ കോൺഗ്രസിനെ വോട്ട് ചെയ്ത് അദ്ദേഹം പറയുമായിരുന്നു. അപ്പം നമുക്കറിയാം അങ്ങനെയുള്ള ഒരു പരിപാടി അത് ഒരിക്കലും നല്ല ഒരു പ്രവണതയല്ല. പക്ഷേ പ്രത്യേകിച്ചും തോമസ് ഐസക്കിന്. പക്ഷേ പിഷാരടി വളരെ മാന്യമായിട്ട് മറുപടി പറഞ്ഞു. ഇതിന് മറുപടി പറയേണ്ട സംസ്കാരം എനിക്കില്ലാത്തത് കൊണ്ട് ഞാനത് പറയുന്നില്ല. സീനിയർ നേതാവാണ് അദ്ദേഹം, 2 തവണ മന്ത്രിയായിരുന്ന ആളാണ്. അങ്ങനെയുള്ള ഒരാൾ ഒരിക്കലും ഇങ്ങനെ പറയരുത്, ഈ ഭാഷയൊന്നും ഉപയോഗിക്കരുത്. കലാകാരന്മാർ നമ്മളെ പ്രവർത്തനം, അയാൾ കോമളി വേഷം അല്ലെങ്കിൽ സീരിയസ് വേഷമൊക്കെ ചെയ്യുന്നതായിക്കോട്ടെ. സീരിയസ് വേഷം അഭിനയിക്കുന്നവർക്ക് മാത്രമേ മത്സരിക്കാൻ പറ്റുള്ളൂ എന്നല്ല. തമാശ അവതരിപ്പിക്കാനും ലോകത്ത് ഏറ്റവും അവതരിപ്പിച്ച് ഫലിപ്പിക്കാൻ ബുദ്ധിമുട്ടുള്ള ഹാസ്യരസമാണെന്നാണ് പറയപ്പെടുന്നത്. ജനങ്ങളെ ചിരിപ്പിക്കുക എന്നുള്ളത് ഒരു ഘടകം തന്നെയല്ലാതെ. അപ്പം എല്ലാ സിനിമാന്മാർക്കും കേരളത്തിലെ ജനങ്ങൾ ഒരേ പ്രാധാന്യമാണ് നൽകുന്നത്. ഒരാൾക്കും അത്ര കൂടുതലും കുറച്ചും നിൽക്കുന്നത്. ഒരാൾപ്പം സുരേഷ് ഗോപിക്കും ഗണേഷിനും മാത്രമേ ജയിച്ച് മന്ത്രിമാരാകാൻ പറ്റത്തുള്ളൂ. അല്ല, മറ്റുള്ള കലാകാരന്മാരും മത്സരിക്കട്ടെ, അവരും ജയിക്കട്ടെ, അവരും ജനപ്രതിനിധിയാകട്ടെ,
അതിന് നമ്മൾ ഇത്തരം ബാലിശമായിട്ടുള്ള ആരോപണങ്ങൾ, രാഷ്ട്രീയപരമായ ആരോപണങ്ങളെ രാഷ്ട്രീയമായിട്ട് തന്നെയാണ് നേരിടുന്നത്. രാഷ്ട്രീയപരമായി ഇതിന് കമൻറ്റ് ചെയ്യണം. ഈ രമേഷ് പിഷാരടി രാഷ്ട്രീയ നിലപാടുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അത് പറയുക, അല്ലെങ്കിൽ വ്യക്തിപരം ഒരാൾ അധിക്ഷേപിക്കുന്നതല്ല അതിൻ്റെ രീതി.